മക്കളെ അങ്ങനെ ബിഗ് ബോസിന്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് കിട്ടിയിട്ടുണ്ട്. ഒന്നാം സ്ഥാനത്ത് കുതിച്ചെത്തുന്ന അനുമോളാണ്. അനുമോൾക്ക് ഇതുവരെ കിട്ടിയുള്ള വോട്ട് എന്ന് പറയുന്നത് 60,245 വോട്ടുകൾ അനുമോൾ നേടിയെടുത്തിട്ടുണ്ട്. വമ്പിച്ച മുന്നേറ്റമാണ് അനുമോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് മക്കളെ. അങ്ങനെ രണ്ടാം സ്ഥാനം മക്കളെ അനീഷാണ്. അനീഷിന് ഇതുവരെ കിട്ടിയുള്ള വോട്ട് എന്ന് പറയുന്നത് 59,342 വോട്ടുകൾ അനീഷിന്റെ ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ മൂന്നാം സ്ഥാനം കളിച്ച മക്കളെ ഷാനവാസാണ് മക്കളെ. ഷാനവാസ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജയിക്കത്തൊന്നുമില്ല. മൂന്നാം സ്ഥാനം കളിച്ചമെങ്കിൽ അവിടെ ഇരിക്കത്തുള്ളൂ. 57,244 വോട്ടുകൾ ഷാനവാസ് സ്വന്തമാക്കിയിട്ടുണ്ട് മക്കളെ. അങ്ങനെ നാലാം സ്ഥാനം കളിച്ച നൂറയാണ്. നൂറയ്ക്ക് തിരക്കിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 56,871 വോട്ടുകൾ നൂറ് സ്വന്തമാക്കിയിട്ടുണ്ട് മക്കളെ. എനിക്കൊന്ന് നൂറ് നാലാം സ്ഥാനത്തിന് അങ്ങനെ നിൽക്കും. ടോപ്പ് 5 ഉണ്ട് മക്കളെ, ഉണ്ട്. അങ്ങനെ അക്ബർ കുതിച്ചെത്തുന്ന അക്ബറാണ് അഞ്ചാം സ്ഥാനമല്ലേ, അഞ്ചാം സ്ഥാനം തന്നെയായിരിക്കും. ഓക്കെ, 55,945 വോട്ടുകൾ അക്ബർ സ്വന്തമാക്കിയിട്ടുണ്ട്. തൊട്ട് താഴെ നിൽക്കുന്ന നെവിനാണ്. നെവിനും അക്ബറും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. നെവിനെതിരെ കിട്ടിയുള്ള വോട്ട് എന്ന് പറയുന്നത് 55,727 വോട്ടുകൾ നെവിൻ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനം ഈ ആഴ്ച മിഡ് വീക്ക് എവിഷനിൽ എല്ലാവരും കൂടെ അടിച്ചു പുറത്താക്കാൻ പോകുന്നത് ആദിലെ തന്നെയാണ്. ആദിലേക്ക് ഇതുവരെ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 50,420 വോട്ടുകൾ ആദിലെതിരെ നേടിയെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള വോട്ടിംഗ് വളരെ നിർണായകമാണ്. ആര് കപ്പടിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വോട്ടുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ മനുഷ്യൻ രണ്ടാമത് പോയി, രണ്ടാമത്തെ സ്ത്രീ മേലോട്ട് പോയി. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വോട്ടുകളുമായിട്ട് വീണ്ടും കാണാവുന്ന പ്രതീക്ഷയിൽ ബൈ.